Welcome to Minecraft trial. മൈൻക്രാഫ്റ്റിന് കാശ് കൊടുത്ത് എനിക്ക് മേടിക്കാൻ പറ്റാത്തതുകൊണ്ട് ട്രയലാണ് കളിക്കുന്നത്. പീസ്ഫുൾ, ഈസി, നോർമൽ, ഹാർഡ്. പീസ്ഫുൾ കൊടുക്കാം. എനിക്ക് സ്റ്റീവാണ് ഇഷ്ടം. എൻ്റെ സ്വന്തം പേര് തന്നെ ഞാൻ കൊടുക്കും. ഓക്കെ, പ്ലേ മൈൻക്രാഫ്റ്റ്. ട്രയലാണ്. ട്രയൽ തീർന്നു പോയാൽ എൻ്റെ കുറ്റമല്ല. ഞാൻ ആങ്കോളിനൊക്കെ കാണണം. ചായ കുടിച്ചോണ്ടിരിക്കുക, അതുകൊണ്ട് കുറച്ച് നേരം എടുക്കും. എടുക്കാൻ സമയം എടുക്കുമെന്ന് തോന്നുന്നു. വരട്ടെ. എനിക്ക് ക്രിയേറ്റീവ് മോഡ് എടുക്കാൻ പറ്റുമോ? എനിക്ക് ക്രിയേറ്റീവ് മോഡ് എടുത്തിട്ട് നെതറൈറ്റ് ഒക്കെ ഉണ്ടാക്കി എടുക്കണമെന്നുണ്ട്. എന്നിട്ട് റിയൽ മൈൻക്രാഫ്റ്റ് പോലത്തെ സാധനങ്ങൾ എനിക്ക് നേരത്തെ സർവൈവ് ആയി. എനിക്ക് പറയുന്നതിന് മുമ്പേ വാവ്, നൈസ് നൈസ് ബ്രോ, നൈസ്. ചാടി പോട്ടെ, എനിക്ക് ഇവിടെ സമാധാനം കിട്ടില്ല. ഇവിടെ നിന്നാ ഇത് ഓടക്കുഴൽ കേട്ടോ. ആരാണ് ഇവിടെ കൊണ്ട് കുഴിയൊക്കെ കൊണ്ട് വെച്ചത്? കഷ്ടമാണ്. സ്പീഡ് ഓടി വല്ലതും വരുവാണെങ്കിൽ തീർന്നു. ഞാനിവിടെ നിന്നു. കണ്ടിന്യൂ ട്രയൽ, അതാണ് നല്ലത്. എനിക്ക് സ്പീഡിൽ പോകുന്നത് നല്ലത്. അങ്ങോട്ടെനിക്ക് പോകേണ്ടത്. ലൈഫ് മേളിലാണ്. ഇവിടെ എങ്ങാണ്ടായിരുന്നു ഇത്. താഴോട്ട് ഞാൻ അറിയാതെ എടുത്ത് ചാടി. ഇത് ചിക്കൻ ചോക്കിയൊക്കെ നിൽക്കുന്നു. ഇത്ര മേളിൽ കയറുന്ന ഒരു വില്ലേജ് ഇവിടെ അടുത്തങ്ങാണ്ട് വില്ലേജ് ഉണ്ടല്ലോ. ഇതിൻ്റെ അപ്പുറം. ഞാനിത് പണ്ട് ട്രയലും റിയലും കളിച്ചിട്ട് റിയൽ കളിച്ചപ്പോൾ കാശ്. നൈസ് ബ്രോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ആദ്യം തന്നെ ആ മേളിലത്തെ സ്ഥലത്ത് എനിക്ക് ഡേർട്ട് വേണം. ഡേർട്ട് എടുക്കട്ടെ. സ്പെല്ലിങ് തെറ്റിപ്പോവും. ഞാനിവിടുന്ന് കുറച്ച് ഡേർട്ട് എടുക്കട്ടെ. ഡേർട്ട് എനിക്ക് കുറേ ഡേർട്ട് വേണം. കുറേ ഡേർട്ട്. ഓക്കെ, അപ്പോൾ ആവശ്യത്തിനുള്ള ഡേർട്ടായി. മുഴുവൻ കളക്ട് ചെയ്തോ? ഇല്ല. ഓക്കെ, 11 ഡേർട്ടായി. ഇതൊക്കെ തന്നെ നല്ലതാണ്. ഇനി ഡേർട്ട് കൈ പിടിച്ച് അവിടെ ഇവിടെയും വെച്ച് എൻ്റെ ഡേർട്ട് കളയണ്ട. അതുകൊണ്ട് കൈ പിടിക്കണ്ട. അപ്പുറത്തോട്ടല്ലേ പോകേണ്ടത്? ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങാണ്ട ഇതിൻ്റെ ഇവിടെ നിന്നല്ല. ഒരു ചിക്കൻ ചോക്കി. ചിക്കൻ ചോക്കിയല്ല, വെറും ചിക്കൻ. എനിക്ക് വെറും ചിക്കൻ. ഞാൻ ചിക്കന് കണ്ട ചിക്കൻ. ഞാൻ ചാടി. എൻ്റെ ലൈഫെല്ലാം പോയി. ഇവിടെ ഇതിൻ്റെ വെള്ളം. എനിക്ക് ബ്ലാക്ക് സ്മിത്തിൻ്റെ കയ്യിൽ പോയി കുറേ ഇതൊക്കെ എടുക്കണം. ഇവിടെ നിന്ന മറ്റേ വില്ലേജേഴ്സ് വന്ന് തന്നെ ചുമ്മാ പമ്പരം കറക്കും. അതുകൊണ്ട് എനിക്ക് മേളിൽ പോയി ഞാൻ ബ്ലാക്ക് സ്മിത്തിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കുന്നതാണ് നല്ലത്. ഇതെന്താ ചാടാൻ പറ്റാത്ത? ഓക്കെ, അപ്പോൾ മേളിൽ പോയി മാട്രേ ഒരു ബ്ലോക്കും കൂടെ കയറിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളെത്തി. ഇവിടെ 2 വീടുണ്ടല്ലേ. ഈ വീടിനകത്തൊരു സാധനമില്ല. ഇവിടെ ലാവയൊക്കെ ഉണ്ട്. ഇതിനകത്ത് ലാവയൊക്കെ ഉണ്ട്. ഇവിടെ ഇതിന് ജനലാണോ? ഞാനോടത്ത് വീടൊക്കെ പൊളിഞ്ഞിരിക്കുകയും. ചെസ്റ്റിനകത്ത് ഇത് എനിക്കിഷ്ടപ്പെട്ടു. ഇതും ഒരുമിച്ച് വെക്കാം. എന്നിട്ട് ഇത് ഇങ്ങോട്ട് വെക്കാം. അയൺ അതൊക്കെ. ബ്രെഡ് അയൺ പിക്കാക്സ്. അപ്പം ഓക്കെ, അപ്പോൾ ഞാനിത് കൈ പിടിച്ചോണ്ട് വന്നാൽ എൻ്റെ സാധനം എല്ലാം പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫർണസ് എടുക്കാം. ഫർണസ് എനിക്ക് ഒരെണ്ണം ആവശ്യമുണ്ട്. ഇവിടെ 2 എണ്ണം ഉണ്ട്. വില്ലേജറിന് ഒരെണ്ണം മതി. വില്ലേജറിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ആവശ്യമില്ല. ഇനി ഒന്ന് മേളി അയങ്കോളമുണ്ട്. അതുകൊണ്ട് ഇനി ഇതെടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ കുറച്ച് മാറിക്കിട്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് തലയുടെ മേളിലേക്ക് കൊണ്ട് ഇതൊക്കെ വെച്ചാൽ ആര് നോക്കും?
ഓക്കെ, ഈ സാധനം നോക്കണം. ഓക്കെ, ഇത് നമുക്ക് കൈ വെച്ച് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഓക്കെ, ഇത് മാറ്റിയിട്ട് മരം അവിടെ ഒരു മരം ഉള്ളൂ. എനിക്ക് തുടങ്ങിയപ്പോഴേ അയമ്പിക്കാക്കൊക്കെ കിട്ടിയത്. ഇനി ഇവിടെ അയങ്കോളം ഞാൻ കണ്ടു. അയങ്കോളം എനിക്കെന്നെ കൊല്ലണം. ഇവിടെ എന്നെ അടിക്കൂലേ? ഇതുപോലെ ഇവിടെ എങ്ങനെ ഇരിക്കുന്നു? തൊട്ടുപോയാൽ എന്തെങ്കിലുമൊക്കെ തന്നോ 7 അപ്പോൾ എനിക്കൊരു ബക്കറ്റ് ഉണ്ടാക്കാം വേണമെങ്കിൽ. മരം എങ്ങാണ്ടുണ്ട് ഇവിടെ. മരമുണ്ട്. ഒരു ബക്കറ്റ് ഉണ്ടാക്കണം. ബക്കറ്റ് ഒരു പാവം പൂച്ചായി. ഈ പൂച്ച എനിക്ക് ഇവിടെ നിൽക്കുന്ന ഇഷ്ടമല്ല. ഇത് മാറ്റണേ. പൂച്ചയും ഒക്കെ മാറ്റണേ. ഇതൊക്കെ ഇവിടെ നിന്ന് ചുമ്മാ നശിച്ചു പോകും. അപ്പം എൻ്റെ കുറ്റാന്ന് പറയും. അപ്പം ഇത് മുറിച്ച് മാറ്റിയാൽ പറ്റും. മരം മുറിച്ചാൽ മതി. ആ പോച്ചയും പുല്ലൊന്നും കളയണ്ട. കാരണം ഈ സ്ഥലത്തിൻ്റെ ഒരു ശൈലിയാണ്. എൻ്റെ അയൺപിക്കാക്സിൻ്റെ കാലാവധി കഴിയാറായി. ഒന്നുമില്ല ഇനി. എനിക്ക് എന്തൊക്കെയാണ് കിട്ടിയത്? 12 തന്നെ ധാരാളം. ഓക്കെ, ഒരെണ്ണം. ഓക്കെ, ഇതൊരെണ്ണം ഉണ്ടാക്കാം. റെഡ് ഡൈ ഉണ്ടാക്കിട്ടോ. റെഡ് ഡൈ എന്താ സാധനം? വെച്ചോട്ടെ. വെക്കാൻ പറ്റൂല. ഈ റെഡ് ഡൈ വെച്ചെന്തുണ്ടാക്കാൻ? ക്രാഫ്റ്റിംഗ് ടേബിൾ കിട്ടി. എനിക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ഇൻവെൻ്ററി പോയിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കട്ടെ. കോബിൾ സ്റ്റോണിൻ്റെ പകരം ക്രാഫ്റ്റിംഗ് ടേബിൾ എന്ത് ചെയ്യും? ക്രാഫ്റ്റിംഗ് ടേബിൾ, മൈ ഡിയർ ക്രാഫ്റ്റിംഗ് ടേബിൾ. ഒന്നും ഉണ്ടാക്കാൻ പറ്റൂല ഇതിനകത്ത്. 2-3 ഡോറും ട്രാപ്പ് ഡോറും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. എനിക്ക് ബക്കറ്റാണ് വേണ്ടത്. ലെഗീസ് വേണോ? ആവശ്യമുണ്ടോ? വേണ്ടല്ലോ. ഈ സാധനം എന്തുവാ? ജസ്റ്റ് ഉണ്ടാക്കാം. ഓക്കെ, ഒരു ഹെൽമെറ്റും കൂടെ ഇരിക്കട്ടെ, ആവശ്യം വരും. പിന്നെ ഒരു ഷിയേഴ്സും കൂടെ ഇരിക്കട്ടെ, അതും ആവശ്യം വരും. പിന്നെ നമുക്കിവിടെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ പ്ലേസ് ചെയ്തിട്ട്, ക്രാഫ്റ്റിംഗ് ടേബിൾ അല്ല, ഇതെല്ലാം നമുക്ക് ഇതിനകത്തോട്ട് എടുത്ത് വെക്കാം. എല്ലാം ആവശ്യമുള്ളതാണ്. ഇതെല്ലാം നമുക്ക് ഇതിനകത്തോട്ട് എടുത്ത് വെക്കാം. അയൺ പിക്കാക്സിൻ്റെ ഒക്കെ കാലാവധി കഴിയാറായി. ഇരിക്കട്ടെ. അപ്പം ഈ വീഡിയോ ഞാൻ തീരുകയാണ്. അവിടെ വില്ലേജറൊക്കെ നിൽപ്പുണ്ടായിരുന്നു. വില്ലേജറെ പൂച്ച. അപ്പോൾ ഈ വീഡിയോ നമുക്ക് ബെഡിൽ കിടന്നുറങ്ങി റീസ്പോൺ പോയിൻ്റ് ഉണ്ടാക്കണം. അല്ലെങ്കിൽ പണിയായി. ഞാൻ വേറെ എവിടെയെങ്കിലും റീസ്പോണായി അവിടുന്ന് ഞാൻ ഇവിടെ വരെ വരണം. ഉണ്ടാക്കിയതെല്ലാം ചുമ്മാ പോകും. റീസ്പോൺ. ഓക്കെ, റീസ്പോൺ പോയിൻ്റ് സെറ്റ്. അപ്പം ഈ വീഡിയോ ടാറ്റ പറയുന്നു. ബൈ സീ യു. അപ്പോൾ നമുക്ക് താഴെ അടുത്ത വീഡിയോയിൽ പോവാം. അപ്പം അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കൂ. ബൈ.